എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കോട്ടൺ ഹിൽ സ്കൂളിലെ ബഹുമാനീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ആദ്യമേ ഇന്ന് ജനുവരി 7 പുതിയ വർഷമാണ്. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ഹൃദയപൂർവമായ ആശംസകൾ, നന്മകൾ നേരുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണെന്ന് നീതി ആയോഗിൻ്റെ ഉൾപ്പെടെ പഠനങ്ങൾ, സർവേകൾ വ്യക്തമാക്കുന്നു. ശരാശരി ആയുസ് നമ്മുടെ 76 വയസ്സാണ്. സ്ത്രീകൾക്കത് 80 വയസ്സും പുരുഷന്മാർക്ക് കുറച്ച് അതിൽ കുറവും. ആ നിലയിൽ ആവറേജ് 76 എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാതൃമരണ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്മമാർ ഏറ്റവും കുറവ് മരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നവജാത ശിശു മരണ നിരക്ക്, അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി, രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. വിദ്യാഭ്യാസം എന്നത് നമുക്കറിയാം, വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള സമഗ്രമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മൾ ഫിസിക്സ് പഠിക്കും, നമ്മൾ ബയോളജി പഠിക്കും, നമ്മൾ കെമിസ്ട്രി പഠിക്കും, നമ്മൾ മാത്സ് പഠിക്കും. പക്ഷെ അതിലൂടെ ആത്യന്തികമായി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും സമഗ്രമായിട്ടുള്ള വളർച്ചയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എത്തപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ സംരക്ഷണം. തൊട്ടടുത്ത ഈ മാസം തന്നെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യും. ഒരു ഹെൽത്ത് കാർഡ് എല്ലാവർക്കും ഉണ്ടാകും. എന്നിട്ട് ആ നിലയിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, ഇപ്പോൾ ചിലർക്ക് കാഴ്ചയ്ക്ക് ചില പ്രശ്നം ഉണ്ടാകും. നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്ത് പറ്റി, എന്ത് കാണുന്നില്ലേ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമുക്ക് കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ആകണം എന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ഷീണം, വളരെ അൺയൂഷ്വൽ, അസാധാരണമായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം, ചിലപ്പോൾ ബ്ലഡ് കുറവായിരിക്കും, വിളർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ബ്ലഡൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉത്സാഹത്തോടെ പഠിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ റീലോഞ്ച് ചെയ്യുക. ഇനി ഈ പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മികച്ച ആരോഗ്യ സൂചകങ്ങളുണ്ട്. അപ്പൊ രോഗം അകറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഏത് രോഗത്തെക്കുറിച്ചാണ്? കുഷ്ഠരോഗത്തെക്കുറിച്ചാണ്. അപ്പോ ഇവിടെ അശ്വമേധം 7.0 ലോഞ്ച് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലക്ഷ്യം ചില രോഗങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക, നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുക. അതിലൊന്നാണ് കുഷ്ഠരോഗം. അപ്പൊ കുഷ്ഠരോഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ ശരീരത്ത് ചില പാടുകൾ, ആദ്യം ചില മങ്ങിയ പാടുകൾ, ഞാൻ ഡോക്ടേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും, ആദ്യം പുറത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ചെമ്പ് നിറമായിരിക്കും ഉണ്ടാവുക. നിറം മങ്ങിയ പാടുകൾ വരും. അതെങ്ങനെയാണ്, ഇതാണോ എന്നറിയുക? അവിടെ നമ്മൾ സ്പർശനക്ഷമത കുറവായിരിക്കും. തൊട്ടു നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് അറിയില്ല. ചൂടോ തണുപ്പോ ഒക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ പാടുകൾ കണ്ടാൽ അത് നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. ഇനി അടുത്തത്, ആദ്യം നമുക്ക് പേടി വരും അല്ലേ, ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. വളരെ മൈൽഡായിട്ടുള്ളതാണെങ്കിൽ ഒരു 6 മാസത്തെ ട്രീറ്റ്മെന്റ് മതിയാകും. പക്ഷേ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വർഷത്തെ 12 മാസത്തെ പൂർണ്ണമായ ചികിത്സ കൊണ്ട് നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഭയക്കേണ്ടതില്ല. ഇത്തരത്തിൽ തണുപ്പ്, ചൂട്, വേദന ഒന്നും നമുക്ക് അനുഭവപ്പെടാത്ത നിറം മങ്ങിയ പാടുകളൊക്കെ കണ്ടാൽ, എല്ലാം അതങ്ങനെ ആകണം എന്നില്ല, ഡോക്ടറുടെ അടുത്ത് പോയി അത് പരിശോധിക്കുകയും കുഷ്ഠമല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പല നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലും ഒക്കെ, ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ കാര്യം ഇവിടെ ഞാൻ പേര് പറയുന്നില്ല, അവിടെ ഒരു വർഷം 5000-ത്തിലധികം പുതിയ കേസുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ കേസുകൾ കാണുന്നത് ബോർഡർ മറ്റ് സംസ്ഥാനങ്ങളോട് അതിരിടുന്ന പ്രദേശങ്ങളിൽ കേസുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ കേരളത്തിൽ 521 ലെപ്രസി പേഷ്യൻസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ശക്തമായി നടത്തിയതിന്റെ ഭാഗമായി പുതിയ രോഗികൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുകയും രോഗം ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പൊ ഇന്ന് നമ്മളൊരു പ്ലഡ്ജ് കൂടി എടുക്കാം. ഇതുൾപ്പെടെയുള്ള രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിൽ, നല്ല ആരോഗ്യശീലങ്ങൾ നടപ്പിലാക്കുന്നതിൽ
ഞാൻ അതിന് പ്രതിജ്ഞാബദ്ധയായിരിക്കും എന്നുള്ള ഒരു പ്ലഡ്ജോടുകൂടി നമുക്ക് ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ഇക്കാര്യം എല്ലാവരോടും പറയുകയും കൂടെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോടോ വീട്ടിലൊക്കെ ചെന്ന് പറയണം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ പേടിക്കുകയോ വേണ്ട. നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒരു വർഷം മാക്സിമം, ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. കാര്യങ്ങളുടെ തുടർച്ചയായിട്ടൊരു വെൽനസ് ക്യാമ്പയിൻ, ഒരു വെൽനസ് മിഷൻ കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഉൾപ്പെടെ നടത്തുന്നതിനാണ് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കട്ടെ.